അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? The places A and B are 20 kilometer apart on the highway. A car starts from A and another from B at the same time. If the car travels in the same direction at a different speed, they met in 1 hour. If they traveled towards each other, they met in 12 minutes. What are the speed ഓഫ് 2 കാർ എന്നാ ചോദിച്ചുള്ളത്. 2 കാറുണ്ട്, എ എന്നും ബി എന്നും പറഞ്ഞ 2 കാറുണ്ട്. അപ്പൊ അവരുടെ സ്പീഡ്, എയുടെ സ്പീഡ് ഞാൻ S1 എന്നും ബിയുടെ സ്പീഡ് ഞാൻ S2 എന്നും എടുത്തു. അപ്പൊ രണ്ടുപേരും എന്താണ്, ദ കാർസ് ട്രാവൽസ് ഇൻ ദ സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തപ്പോഴേ ഇവർക്ക് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് എത്ര സമയത്തിനുള്ളിലാണ്? 1 അവറിനുള്ളിലാണ്. ഓക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവർ പോകുന്നത്, സെയിം ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. അപ്പൊ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? S1 മൈനസ് S2 ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ S1 മൈനസ് S2 എന്ന റിലേറ്റീവ് സ്പീഡ് S1 മൈനസ് S2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 20 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 1 അവർ എന്ന് പറയുമ്പോൾ 20 തന്നെയായിരിക്കും S1 മൈനസ് S2 എന്ന് പറഞ്ഞത്. ഇനി അവരെന്താണ്, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അപ്പൊ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ്, രണ്ടാമത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ S1 പ്ലസ് S2 ആയിരിക്കും വരുന്നത് അല്ലെ? ഈ S1 പ്ലസ് S2 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് 20 ആണ്, ഡിവൈഡഡ് ബൈ എന്താണ്? റിലേറ്റീവ് സ്പീഡ് 12 മിനിറ്റ് അല്ലെ? 12 മിനിറ്റ് 12 ഇൻറ്റു 60 നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 60നെ 12 ക്യാൻസൽ ആയി പോകും. 60 12 12 വെച്ച് ക്യാൻസൽ ആകുമ്പോൾ 5 വരും. 20 ഇൻറ്റു 5 100 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. S1 മൈനസ് S2ന്റെ വാല്യൂ 20യും S1 പ്ലസ് S2ന്റെ വാല്യൂ 100ഉം ആണ് വരുന്നത്. വാട്ട് ആർ ദ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ഓഫ് 2 കാർ? 2 കാറിന്റെയും എന്താണ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? 2 കാറിന്റെയും സ്പീഡ് എന്ന് പറയുമ്പോൾ 100ഉം കൂട്ടുമ്പോൾ 100ഉം കുറയ്ക്കുമ്പോൾ എത്രയാണ്? 20ഉമാണ് കിട്ടുന്നത്. അപ്പൊ S1ന്റെ വാല്യൂ എത്രയായിരിക്കും? S1 എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടുന്നതിന്റെ 100ഉം 20 120 120ന്റെ പകുതി എത്രയായിരിക്കും? 60 ആയിരിക്കും വരുന്നത് അല്ലെ? ഇനി S2ന്റെ വാല്യൂ എത്രയായിരിക്കും? 100 മൈനസ് 20 എത്രയാണ്? 40 ആണ്. 100 മൈനസ് 20 80 ആണ്. 80ന്റെ പകുതി എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും വരുന്ന ആൻസർ. 60ഉം 40ഉം ഓപ്ഷൻ എ ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്തത്, റാം ആൻഡ് ശ്യാം ആർ റേസിംഗ് അലോങ് എ സർക്കുലർ ട്രാക്ക്. ദ സ്പീഡ് ഓഫ് റാം ഈസ് ത്രൈസ്. റാമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ത്രൈസ് ആണ്. ഷ്യാമിന്റെ നോക്കുമ്പോൾ, ഷ്യാമിന്റെ സ്പീഡ് 1 ആണെങ്കിൽ റാമിന്റെ സ്പീഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലെ? 3x എന്നും 1x എന്നും നമുക്ക് കൊടുക്കാം. ദ ലെങ്ത് ഓഫ് ദ സർക്കുലർ ട്രാക്ക് ഈസ് 1440 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1440 മീറ്റർ ആണ്. ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ റേസ് ഫ്രം ദ സെയിം പോയിന്റ് സൈമൾട്ടേനിയസ്ലി റാം മീറ്റ്സ് ശ്യാം ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് ദ 8th മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അവിടുത്തെ എന്താണ് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താണ് ടൈം ആയിരിക്കും നമ്മുടെ റിലേറ്റീവ് സ്പീഡ്. രണ്ടുപേരും എന്താണ് ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആയിരിക്കും അല്ലെ? അപ്പം റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3xa മൈനസ് x ആയിരിക്കും വരുന്നത്. ഡിസ്റ്റൻസ് 1440 മീറ്റർ ഡിവൈഡഡ് ബൈ 8 എത്രയായിരിക്കും? 180 ആയിരിക്കും വരെ 3xa മൈനസ് x. അപ്പൊ 2x എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയായിരിക്കും? 180 മിനിറ്റ് ആയിരിക്കും വരുന്നത്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആയിരിക്കും വരുന്നത്. എക്സ് എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഇവിടുത്തെ എന്ന് പറയുമ്പോൾ 270 ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അവരുടെ സ്പീഡ് നമുക്ക് കിട്ടി. ഫസ്റ്റ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് 8 മിനിറ്റ്. ഇഫ് റാം ആൻഡ് ശ്യാം സ്റ്റാർട്ടിംഗ് ദ റേസ് അഗെയിൻ ഫ്രം ദ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് സൈമൾട്ടേനിയസ്ലി then the time taken by the ശ്യാം ടു ഫിനിഷ് ദ റേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്യാമിന് ഈ റേസ് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1440 ഉണ്ട്, ഡിവൈഡ് ബൈ ശ്യാമിന്റെ സ്പീഡ് നമ്മുടെ ഉണ്ട് 90 എന്നും ഉണ്ട് അല്ലെ? ഡിവൈഡ് ബൈ 90. ഇതായിരിക്കത്തില്ലേ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്? 1440 ഒരു സീറോയും 90 ഒരു സീറോയും ക്യാൻസൽ ചെയ്യാം. 144 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 16 മിനിറ്റ് ആയിരിക്കും എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ 2 കിലോമീറ്റർ ലീനിയർ റേസ് പി കംപ്ലീറ്റ് ദ റേസ് ഇൻ 200 സെക്കൻഡ്. പി എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 200 സെക്കൻഡിലും അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 220 സെക്കൻഡിലുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്താ ഡിസ്റ്റൻസ് ബൈ വിച്ച് പി ബീറ്റ്സ് ക്യൂ എന്നാ ചോദിച്ചിട്ടുള്ളത്. പി ക്യൂവിനെ ബീറ്റ് ചെയ്ത് ഏത് ഡിസ്റ്റൻസിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പിയുടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ടൈമാണ്. സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 2000 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2 കിലോമീറ്ററിന് ഞാൻ 2000 മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് 2000 ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 200 ആയിരിക്കും അല്ലെ? 200 ബൈ 20 ബൈ 2 എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും പിയുടെ സ്പീഡ്. ക്യൂവിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 2000 ഡിവൈഡ് ബൈ 220 എന്ന് പറയുമ്പോൾ 100 ബൈ
11 ആയിരിക്കും അല്ലെ. 100/11 ആയിരിക്കും എന്താ ക്യൂവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. രണ്ടുപേരുടെയും സ്പീഡ് കിട്ടി. ഈ ക്യൂ 100/11 സ്പീഡില് ഈ പി 200 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു നോക്കാം. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ക്യൂ ഇൻ 200ാമത്തെ സെക്കൻഡ് 200 സെക്കൻഡ് ഈക്വൽ ടു എത്രയാണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ 100/11 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ 20000 20,000 ഡിവൈഡ് ബൈ 11 ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ, 20,000 ഡിവൈഡ് ബൈ 11 ആയിരിക്കും ഇയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ്. ഇയാൾ അപ്പോഴത്തേക്ക് എന്താണ് 2000 ഡിസ്റ്റൻസ് കവർ ചെയ്ത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. പി കവർ ചെയ്ത 2000 മൈനസ് 20,000 ഡിവൈഡഡ് ബൈ 11. അപ്പൊ ക്രോസ് ചെയ്യുമ്പം എത്ര വരും? 22,000 മൈനസ് 20,000 ഡിവൈഡഡ് ബൈ 11 എത്ര വരും? 2000. 2000/11. 2000/11 എന്ന ഓപ്ഷൻ ഇല്ല, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2000 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 200-നകത്ത് 18 പ്രാവശ്യം. 18 × 11 198. 2 20-നകത്ത് ഒരു പ്രാവശ്യം. 11 ശിഷ്ടം 9. അപ്പൊ ആൻസർ എത്ര വരും? 181 9/11 ആയിരിക്കും വരുന്ന ആൻസർ. 181 9/11 ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ. എന്ന് പറയുന്നത് 181 9/11 ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ ആണോ? 66ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പി ആൻഡ് ക്യൂ ടേക്ക് എ പാർട്ട് ഇൻ എ 400 മീറ്റർ റേസ്. പി റൺസ് അറ്റ് 12 km/h. പിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 12 km/h ആണ്. നമുക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 12 × 5/18 എത്രയാ? 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2ഉം 6ഉം 2ഉം 3 ആണ്. 10/3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരുന്നത് പിയുടെ സ്പീഡ്. ഓക്കെ അല്ലേ. അപ്പൊ പി എടുക്കുന്ന ടൈം നമുക്ക് എടുക്കാം. എത്രയാണ്? 400 ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 10/3 എത്രയാണ്? 400 × 3 ഡിവൈഡഡ് ബൈ 10 എത്രയായിരിക്കും? 120 സെക്കൻഡ് ആയിരിക്കും വരുന്നത്. അപ്പൊ ക്യൂവിന്റെ ടൈം നമുക്ക് എടുക്കാം. 120യേക്കാൾ 13 മിനിറ്റ് കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 133 സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യൂ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 380 മീറ്റർ ആണ്. കാരണം 20 മീറ്റർ കുറവാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ക്യൂവിന്റെ ഡിസ്റ്റൻസ് കിട്ടി, ക്യൂ എടുത്തിരിക്കുന്ന ടൈമും കിട്ടി. നമുക്ക് എന്താണ് അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ. ഡിസ്റ്റൻസ് 380 ഡിവൈഡഡ് ബൈ സ്പീഡ് 133. നമുക്ക് വേണ്ടിയിരിക്കുന്നത് km/hലാണ്. അപ്പൊ എന്തെടുക്കാം? 18/5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇനി ഇതിനെ 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 76 കിട്ടും. 76നെ 133 നമുക്ക് 19 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 4/7 കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ്? 72/7 ആയിരിക്കും വരുന്ന ആൻസർ. 72/7 എന്ന് പറയുമ്പോൾ 10 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 7. 70-നകത്ത് 10 പ്രാവശ്യം. 10 × 7 70. 2-നകത്ത് 0.20 10.29 km/h ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ. അടുത്ത അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ 200 മീറ്റർ റേസ് ശ്രുതി റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h. ശ്രുതിയുടെ സ്പീഡ് 4 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5/18 എത്ര വരും? 20/18 അല്ലെങ്കിൽ അതായത് 10/9 വരെ. 10/9 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ശ്രുതി ഗീവ്സ് എ സ്റ്റാർട്ട് ഓഫ് 18 മീറ്റർ ടു വീണ. വീണ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വീണ എന്ന് പറഞ്ഞാൽ 182 മീറ്റർ ആയിരിക്കും. അപ്പോൾ എന്താണ്? സ്റ്റിൽ ബീറ്റ് ഹെർ ബൈ 30 സെക്കൻഡ്. അപ്പൊ വീണ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനേക്കാൾ 30 സെക്കൻഡ് കൂടുതലാണ്. അപ്പൊ ശ്രുതി എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കാം. 200 മീറ്റർ ഡിവൈഡഡ് ബൈ 10/9 ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. എത്ര അല്ലെ? 200 × 9/10 180 ആയിരിക്കും ശ്രുതി എടുക്കുന്ന ടൈം. വീണ എടുക്കുന്ന ടൈം ഇപ്പോൾ 30 സെക്കൻഡ് കൂടി കൂടുതൽ 210 സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ. വീണയുടെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാൻ 152 ഡിവൈഡഡ് ബൈ 210 km/h ആയതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 152നെയും 210നെയും നമുക്ക് വേണമെങ്കിൽ 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. 26ഉം ഇവിടെ വരുമ്പോഴും 30ഉം വരും. ഓക്കെ അല്ലേ. 18നെയും 30നെയും നമുക്ക് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 5 വരും. 26 × 3 78. 78/25 75/3 ആയിരുന്നു. 75/25 ആയിരുന്നെങ്കിൽ 3 ആണ് വരുന്നത്. 78/25 ആകുമ്പോൾ 3 പോയിന്റ് സംതിങ് വരും. 78 ഡിവൈഡഡ് ബൈ 25 3 പോയിന്റ് സംതിങ് വരുന്ന ഒറ്റ ഓപ്ഷനിൽ 3.12 ഇതായിരിക്കും വരുന്ന ആൻസർ. തരുൺ ഗിവ്സ് ഹരി എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 60 സെക്കൻഡ് ഇൻ എ
2400 മീറ്റർ റേസ് സ്റ്റിൽ ബീറ്റ്സ് ഹിം ബൈ 40 സെക്കൻഡ്. അപ്പൊ തരുണിന് എന്താണ് ഹരിയേക്കാൾ ഇവിടെ 60ഉം ഇവിടെ 40 സെക്കൻഡ്. അപ്പൊ മൊത്തം എന്താണ് 100 സെക്കൻഡ് കുറവാണ് ആര് സഞ്ചരിക്കുന്നത്, തരുൺ സഞ്ചരിക്കുന്നത്. അപ്പം ഹരി സഞ്ചരിക്കുന്ന ടൈം എത്രയാണോ അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പം എന്താണ് തരുൺ സഞ്ചരിക്കുന്ന ടൈം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഹരി സഞ്ചരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2400 ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹരിയുടെ സ്പീഡ് കണ്ടുകൊണ്ട് 6. അപ്പൊ 2400 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 24/6 4 2 0 400 സെക്കൻഡ് ആയിരിക്കും ഹരി സഞ്ചരിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ. അപ്പൊ തരുൺ സഞ്ചരിക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 400-ൽ നിന്നും ആദ്യത്തെ ഒരു 60ഉം രണ്ടാമത്തെ ഒരു 40ഉം കൂടി മൈനസ് ചെയ്യുമ്പോൾ മൊത്തം 100 മൈനസ് ആവും. അപ്പൊ 400 മൈനസ് 100 എത്രയാണ്, 300 സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ. തരുണിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്. തരുൺ എന്താണ് ട്രാവൽ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2400 ആണ്. അപ്പൊ തരുണിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് തരുൺ എന്ന് പറഞ്ഞാൽ 2400 ഡിവൈഡഡ് ബൈ 300 എത്രയായിരിക്കും, 0 ക്യാൻസൽ ആയപ്പോൾ 24/3 8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.